നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ രാഹു വ്യാഴത്തിന്റെ രാശിയായിട്ടുള്ള മീനം രാശിയിലാണ്. ഏതാണ്ട് 18 വർഷങ്ങൾക്ക് ശേഷമാണ് രാഹു ഒരു രാശിയിലെത്തുന്നത്. മീനം രാശിയിലേക്ക് മീനമാസം ആദ്യത്തോടുകൂടി സൂര്യൻ കൂടി എത്തുന്നതോടുകൂടി 18 വർഷത്തിന് ശേഷം സൂര്യന്റെയും രാഹുവിന്റെയും യോഗം വ്യാഴത്തിന്റെ രാശിയിൽ സംഭവിക്കുകയാണ്. എല്ലാ രാശിക്കാർക്കും അത് അനുകൂല ഫലത്തെ തന്നെ ചെയ്യും എന്ന് നമുക്ക് വിശ്വസിക്കാം. ജാതകത്തിൽ രാഹു അനുകൂലമായിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ അത് നേട്ടങ്ങൾ ഉണ്ടാക്കും. എന്നാൽ വിശേഷമായിട്ട് 3 രാശിക്കാർക്ക് അതിഗംഭീരമായിട്ടുള്ള ഫലത്തെ ഈ യോഗം നൽകുന്നതാണ്. ആ രാശിക്കാരെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ജ്യോതിഷപ്രകാരം രാഹു ഏകദേശം 16 മാസത്തോളമാണ് ഒരു രാശിയിൽ നിൽക്കുക. രാഹു ഇപ്പോൾ മീനൻ രാശിയിലാണ്. ഇനിയും 18 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും രാഹു മീനൻ രാശിയിൽ എത്തുക. സൂര്യനും രാഹുവും മീനൻ രാശിയിൽ, അതുകൊണ്ട് തന്നെ വളരെ കാലത്തിന് ശേഷം എത്തുകയാണ്. അതിവിശേഷ ഫലത്തെ ഏതാനും രാശിക്കാർക്ക് അത് നൽകുന്നതാണ്. മാർച്ച് 14-ാം തീയതി ഉച്ചയോടുകൂടി സൂര്യൻ മീനൻ രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ സൂര്യനും രാഹുവും ഗ്രഹയോഗത്തിലേക്ക് നീങ്ങുകയാണ്. 2 ഗ്രഹങ്ങളും ഏതാണ്ട് ശത്രുഗ്രഹങ്ങളിലെ കൂട്ടു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചില രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. തർക്കങ്ങളും ചിലപ്പോൾ പരാജയങ്ങളും ഒക്കെ സംഭവിക്കാം. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ 3 രാശിക്കാർക്ക് അതിഗംഭീരമായിട്ടുള്ള ഗുണത്തെയും ആ യോഗം നൽകും. നമുക്കിന്ന് ആ 3 രാശിക്കാരെ ഒന്ന് പരിചയപ്പെടാം. രാഹുവിന്റെയും സൂര്യന്റെയും ഗ്രഹയോഗം മൂലം പ്രയോജനം ലഭിക്കുന്ന 1ാമത്തെ രാശി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 11ാം ഭാവത്തിലാണ് ഈ ഗ്രഹയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പലർക്കും ശക്തമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. അത് നിറവേറ്റുന്നതിന് കഠിനമായിട്ടുള്ള അർപ്പണബോധവും കഠിനാധ്വാനവും ആവശ്യമാണ്. വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഒക്കെ ഇടവക്കൂറുകാർക്ക് അത്തരം കാര്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള നിരവധി അവസരങ്ങൾ കൈവരുന്നതാണ്. ഇടവക്കൂറുകാർക്ക് അവരവരുടെ ചിന്തകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രീഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. പ്രമോഷൻ, ഇൻക്രിമെന്റ്, ശമ്പള വർധന എന്നീ കാര്യങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് ലഭിക്കാം. സന്താനങ്ങളിൽ നിന്ന് നല്ല വാർത്തകളും ശ്രവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കൂടാതെ കുടുംബത്തോടൊപ്പം നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും. രാഹുവിന്റെയും സൂര്യന്റെയും യോഗം മൂലം പ്രയോജനം സിദ്ധിക്കുന്ന 2ാമത്തെ രാശി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങൻ രാശിയുടെ അധിപനാണ് സൂര്യൻ. രാഹുവിനോടുകൂടി വ്യാഴത്തിന്റെ രാശിയിൽ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുക. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു വിപരീത രാജയോഗം പോലെ ഇത് നേട്ടങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ചെയ്തേക്കാം. തീരുമാനങ്ങളൊക്കെ എളുപ്പത്തിൽ എടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബുദ്ധിപരമായി ചിന്തിച്ച് പല മേഖലകളിലും വിജയിക്കാൻ സാധിക്കും. ഉയർന്ന ഊർജം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസവും ധൈര്യവും ഊർജ്ജസ്വലതയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി വിജയം നേടാൻ സാധിക്കും. പങ്കാളിത്തത്തോടുകൂടി നടത്തുന്ന ബിസിനസ്സുകളിലും മറ്റും വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചിങ്ങക്കൂറുകാർക്ക് സാധിക്കും. ചില ബന്ധങ്ങളുടെ കാര്യത്തിൽ ഏറെ നാളായി നിലനിന്നിരുന്ന പിണക്കങ്ങളൊക്കെ മാറാനുള്ള സാഹചര്യങ്ങളും വന്നുചേരാം. കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. പുതിയ പുതിയ നല്ല ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാഹചര്യങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. വ്യാഴത്തിന്റെ രാശിയിൽ രാഹുവിന്റെയും സൂര്യന്റെയും സംയോഗം മൂലം നേട്ടമുണ്ടാകാൻ സാധ്യതയുള്ള 3ാമത്തെ രാശി മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് 3ാം ഭാവത്തിലാണ് സൂര്യന്റെയും രാഹുവിന്റെയും യോഗം വരുന്നത്. മകരക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമാധിപനാണ് സൂര്യൻ. മകരക്കൂറുകാർക്ക് മനസ്സമാധാനം ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളിലും പുതിയ തുടക്കം കുറിക്കാൻ സാധിക്കും. കഠിനാധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം ലഭിക്കുന്നതുമാണ്. പലതരത്തിലുള്ള സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറന്ന് ലഭിക്കുന്നതാണ്. കുടുംബാംഗങ്ങളുമായി നല്ല സമയങ്ങൾ ചെലവിടാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരാം. ബിസിനസ്സിലൊക്കെ അല്പം റിസ്ക് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അത്തരത്തിൽ റിസ്ക് എടുത്ത് ആലോചനയോടുകൂടി ചെയ്യുന്ന പക്ഷം അതിൽ നേട്ടങ്ങളും ഉണ്ടാകും. പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലാഭമുണ്ട്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനും സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ സൂര്യന്റെയും രാഹുവിന്റെയും വ്യാഴത്തിന്റെ രാശിയായിട്ടുള്ള മീനൻ രാശിയിലുള്ള സംയോഗം മൂലം നേട്ടം ലഭിക്കുന്ന 3 രാശിക്കാരെയാണ് പരിചയപ്പെട്ടത്. വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് ഈ അറിവ് മറ്റുള്ളവർക്കും നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും അടുത്ത ദിവസം നമുക്ക് ഇതുപോലെ നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.